വേൾഡ് ഇന്നതാ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നേക്കാണ്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാളില് അയ്യോ അങ്ങ് തള്ളവായിപ്പ ഞങ്ങളുടെയൊക്കെ കൊച്ചു നാളില് ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഞങ്ങൾക്ക് ഒരു കാറ്റാടിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ആ ഒരു നൊസ്റ്റു നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ ആ കാറ്റാടി ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷെ സത്യത്തിൽ ഞാൻ മറന്നുപോയി എങ്ങനെ ഇത് ഉണ്ടാക്കണ്ടേന്നൊക്കെ. റോജനും അപ്പയും അമ്മയും ഒക്കെ സഹകരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലേ? എൻ്റെ കൊച്ചിന് പറയാട്ടോ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പൊ അവനും ഉണ്ടാക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്കൊരു വെള്ള ഷീറ്റ്, മഞ്ഞ ഷീറ്റായി പോയി, ഏതെങ്കിലും ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അത് 3 പീസായിട്ട് കട്ട് ചെയ്യുക. അതാ ഒരേ സൈസിൽ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ലേ, നാട്ടിലൊക്കെ ജീവിക്കുന്ന. ഇവര് കാനഡയിലായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ലോ. നമ്മൾ പണ്ട് മറ്റേ തെങ്ങിന്റെ ഓല വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ ഓലയും ഒന്നും കിട്ടാൻ ഞായറാഴ്ചയോ വെഞ്ചിരിക്കണേന് മുമ്പ് ഒപ്പിക്കായിരുന്നല്ലേ. സോറി. ഓക്കെ, തെങ്ങിന്റെ ഓല കിട്ടാനില്ല. ശരി, ഇളവാണല്ലോ അല്ലേ അത്. തെങ്ങിന്റെ ഓല കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ പേപ്പറിന്റെ ഓല വെച്ച് പേപ്പറിന്റെ കഷ്ണം വെച്ച് ഓലയായിട്ട് അത് സ്ഥിരീകരിച്ച് നമ്മൾ ഉണ്ടാക്കും. അല്ലേ അപ്പ? അപ്പക്ക് ഓലല്ലാണ്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളൊക്കെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ ഓല വെച്ചിട്ടുണ്ടാക്കുക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ഓല വേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വേസ്റ്റ് ഓല എടുത്ത് ഓലപ്പന്ത് ഉണ്ടാക്കുമായിരുന്നു, ഓലപ്പീപ്പി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങൾ അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. എന്റെ അനിയത്തിക്കാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. അവളുടെ ഇവിടെ എനിക്ക് 14 വയസ്സിന് താഴെ 14 വയസ്സിന് ശേഷം ഉണ്ടായത് കൊണ്ട് അമ്മച്ചി ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മച്ചി അപ്പൊ അക്കൂന് ഉണ്ടാക്കി തന്നൊന്നും അക്കൂന് ഓർമ്മയില്ലെന്നല്ലേ? കാരണം ഞാൻ 2 വയസ്സിൽ 3 വയസ്സിൽ എന്താ ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവളുടെ 2 വയസ്സിൽ 3 വയസ്സിൽ അമ്മച്ചി എന്താ ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കി തന്നേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണോ? എന്റെ കൊച്ചിനെ അറിയാട്ടോ, ഇവനിപ്പോ ഉണ്ടാക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ഇത് എന്നിട്ട് നമ്മള് 2ആയിട്ട് മടക്കണം. ഇങ്ങനെ 3 കഷ്ണം ഉണ്ടാക്കിയിട്ട് അതിന് 2ആയിട്ട് ഇങ്ങനെ മടക്കി. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ കുഞ്ഞു. എന്റെ മകൻ അറിയാം, മകൻ എന്നെ പഠിപ്പിക്കാം. അവൻ ഞാൻ ചെയ്യണ കണ്ടു, റോയിച്ച് ചെയ്യണ കണ്ടു. അതുകൊണ്ട് അവൻ ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇപ്പം അറിയില്ലല്ലോ, മറന്നുപോയിട്ടോ. സഹായിക്കാൻ വരുവോ? ഇവിടെ ഇരിക്കണ ഒന്നിനൊന്നും അറിഞ്ഞു. മറ്റേ അമ്മയ്ക്ക് കൊടുക്കും, 3 അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി. ഒന്ന് കോർക്കാം. ഞാനിപ്പോ അടുത്ത പീസ് ഉണ്ടാക്കി തരാം. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ മതി. ഇനി 3 കോർത്തിട്ട് അപ്പൊ ഒന്ന് വന്ന് സഹായിക്കപ്പോ അപ്പയ്ക്ക് ഒരു മനസാക്ഷി ഇല്ലല്ലോ സ്വന്തം മോളോടും ഭാര്യയോടും. ഓക്കെ, അങ്ങനെ ഫൈനലി റോച്ച് ഞങ്ങളെ കാണിച്ചൊന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് ആദ്യമേ ഇത് 2 എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കയറ്റുക. അല്ലെ ഇങ്ങനെയല്ലേ കയറ്റണേ? അല്ല, ഉള്ളിക്കടെ കയറ്റണം അല്ലെ 2ഉം? അറിയാൻ വളരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇപ്പത്തേക്കൂടെയും കയറ്റണം. എന്നിട്ട് ഈ സാധനം എടുത്ത് അത് സൂം ചെയ്ത് ഇങ്ങോട്ട് കാണിക്കാൻ ചെന്നാലും കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പിള്ളേർക്ക് വേണ്ടി തെറ്റിപ്പോയല്ലേ. റോണ് വെച്ചേക്കണം നോക്ക്, റോണിന്റെ റോണിനെ വെച്ചേക്കണം നോക്ക്. ഞങ്ങള് 2 പേരും അമ്മ നോക്കാട്ടോ. അവൻ വെച്ചേക്കണ നോക്കൂ കുഞ്ഞോ. അവൻ വെച്ചേക്കണ നമുക്ക് അവന്റെ 2 കൈയും കൂടെ പൊത്തിപ്പിടിച്ചോക്കോല്ലേ. പിന്നെ ഇല്ല, അവനത് ചാടി പോവാണ്ടിരിക്കാനാണ് അവന് വെച്ചേക്കണത്, അത് പൊത്തിപ്പിടിച്ചേക്കണല്ല. അതെങ്ങനെ വെച്ചേന്ന് ആദ്യം തന്നെ കണ്ടില്ല. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ കാണിച്ചു തരും. ബാ അപ്പ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക. ഓക്കെ, എനിക്ക് കിട്ടി. പഠിച്ച് അതിന്റെ ചിരി കാണാം, സന്തോഷം അറിയാ. ഞാൻ വെച്ച് അമ്മേ, ഞാൻ വെച്ചു അമ്മേ. ഞാൻ വെച്ചു. ഇനി ഒരു പേപ്പർ കോൺ അല്ലേ ഉണ്ടാക്കുന്ന പറഞ്ഞ
ആ പേപ്പർ കോൺ എങ്ങനെ ഉണ്ടാക്കണേ? അത് വെറുതെ ഒരു റൗണ്ട് അടിച്ച് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഓടണം നമ്മൾ അതും കണ്ട്. അപ്പൊ ഇങ്ങനെ കുടുകുടുകുടുകുടുകുടുന്ന് കറങ്ങും. കറങ്ങില്ലെന്ന് കറങ്ങിന്നങ്ങ് വിചാരിക്കാം. ഇങ്ങനെ കറങ്ങുന്നങ്ങനെ വിചാരിക്കാം. അതൊരു കോണായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ഓർമ്മയില്ല. എനിക്ക് കോലാണോ ഇർക്കിളിയാണോ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മ. ഇവിടെ zoom ചെയ്ത് കാണിച്ചു. അല്ല, ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത് വന്ന് കാണിച്ചു. കാണാണോ? അല്ല, അത് ഇങ്ങനെ കാണിച്ചാൽ മതി. അതങ്ങനെ വെച്ചിട്ട് നാട്ടിലെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ആരും പിള്ളേരും ആരും ചെയ്തില്ലല്ലോ. നാട്ടില് ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇവിടെ അതില്ലല്ലോ. ഇവിടെ ഒട്ടിക്കണ്ടേ അപ്പൊ അത്? നമ്മള് ഓ, അങ്ങനെ വെക്കാം അല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഓടുമ്പോ ഇതിങ്ങനെ കറങ്ങും. ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങും. ആ ഒച്ച നമ്മൾ കൈ നടണം കേട്ടോ. അതെ, കുടു വെച്ചാൽ അത് എന്റെ സ്വന്തം ഒച്ചയാണ്. അത് ആരും കോപ്പടിക്കാൻ പാടില്ല, അടി കിട്ടും. അതെന്റെ അപ്പൊ നമുക്ക് ഓടാൻ പോവാ ഇനി. ഇനി ഞങ്ങള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓടിക്കൊണ്ട് ഉദ്ഘാടനം. യാ, ട്രൂ. നമ്മുടെ നൊസ്റ്റു ഫീലിംഗിലേക്ക് നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നെങ്ങാനും വെച്ച് തീരുകൂടാ. കറക്റ്റ് ഇട വെച്ചോ, പഠിച്ചോ. അമ്മ സക്സസ് ആയിട്ട്. അമ്മയും സക്സസ് ആയി. എന്തോ അവൻ എന്റെ ലൈറ്റാ. അതെ, കണ്ട എക്സ്ക്ലൂസീവ്. കറങ്ങിയുണ്ടോ? കറങ്ങി ഒന്നോടെ കറക്കിക്കപ്പോ അവൻ കണ്ടില്ല. ആയിരുതേ അപ്പച്ചയുടെ കയ്യിലുണ്ടാന്ന് നോക്കിയേ. അപ്പച്ചയുടെ ഫാൻ അപ്പച്ചയുടെ ഫാൻ നോക്കോട്ടായിരുന്നു. എങ്ങനെ ഓടണം കണ്ടോ? അല്ല, അതങ്ങനെ വരും. ഇല്ലില്ല, അത് നമ്മൾ നേരേക്ക് ഓടണം. നമ്മളിപ്പോ ജസ്റ്റ് അത് കറങ്ങണ്ടോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത. കയ്യിൽ വെച്ച് പാടായിരിക്കും അപ്പൊ. ഇല്ലില്ല, കയ്യിൽ വെച്ചാൽ കിട്ടത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കേ. ചേട്ട പിടിക്കുന്ന പോലെ പിടിക്കേ. കണ്ടോ ചേട്ട പഠിക്കണോ? ഇങ്ങോട്ട് ഇറക്കടാ. ഇങ്ങനെ പിടിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കേ. അവരുടെ കറങ്ങുന്നില്ലല്ലോ കൊച്ച. ആ മതിയാവും. ഇനി അടുത്തത് റോയിച്ചിന്റെ വകയാണ്. റോയിച്ചിന് കൊതി മൂത്തു ഞങ്ങൾ എല്ലാരും കളിക്കണ കണ്ടപ്പോ. അത് കാരണം റോയിച്ചിന്റെ റെഡി സ്റ്റഡി ഗോ. പിന്നെ സ്ട്രെയിറ്റ്. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. എന്നിട്ട് ഇപ്പൊ ഇതാ പിള്ളേർക്ക് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തത് കൊണ്ടും ഇത്രയും ദിവസം തണുപ്പായിരുന്നത് കൊണ്ടും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇച്ചിരി തണുപ്പ് കുറവുണ്ട്, വെയിലൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇതാ പിള്ളേർക്ക് റൈഡ് അലോട്ട് ചെയ്തു ഞങ്ങള്. അതെ, അപ്പൊ പിള്ളേര് റൈഡ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ സൊറയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. നല്ല വെയിലായതുകൊണ്ട് മാത്രം വെച്ചേക്കണ. എനിക്ക് വെയിലടിക്കണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് എന്തിനാണ് വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ നിക്കണേന്ന് ഓർത്ത്. നമ്മൾ തനി നാടൻ തനി മലയാളി. ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഗ്ലാസും തല പറഞ്ഞു. പിന്നെ വെയില് എനിക്ക് സണ്ണിന് ഭയങ്കര പേടിയാ. എനിക്ക് എന്തായാലും പേടിയില്ല. അപ്പൊ ഞാൻ സൺഗ്ലാസ് ഒന്നും വെക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നല്ല ചൂടാണ്, നല്ല വെയിലാണ്, നേരെ നോക്കാൻ പറ്റുന്നില്ല. എനിവേസ് പിള്ളേര് ഇതാ റൈഡ് ചെയ്യുകയാണ്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. നല്ല ഷെയ്ഡ്. ഞാൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇന്ന് സുന്ദരിയല്ലേ? സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഇറങ്ങി. ഞാൻ ഇടും. ആയിരു ചവിട്ടെ. ആയിരു ഇത് സെക്കൻഡ് ടൈം അല്ലേ ചവിട്ടുന്നത്? ആയിരു സെക്കൻഡ് ടൈം അല്ലേ? You can do very fast. I can do very fast running too, I guess. മതി. ഇനി അവള് പോട്ടെ നേരെ പോട്ടെ. Go. I'll come. അത്ര മതിയോ? ഇനി തിരിച്ചു പോവാണോ പപ്പയുടെ അടുത്തേക്ക്? Okay. I want to stay all the way over there and then I want to go over there. Okay. റോണും ദേ വരുന്നുണ്ട് കേട്ടോ. ദേ പോണു. അവൻ റോക്കറ്റാ. കുറേ നാളുകൊണ്ട് പറയാം. അവനാ സൈക്കിൾ ആക്ച്വലി ഇപ്പൊ ചെറുതായല്ലോ.
സോറി, ഇവിടെ സൈക്കിൾ എന്നല്ല കേട്ടോ, ബൈക്ക് എന്നാ പറയാ. ബൈക്ക്. എനിക്ക് പക്ഷെ സൈക്കിൾ എന്നേ വരുള്ളൂ. I still can't learn how to do it without these. You can't? Very easy. It's okay. When you fall down, Yeah. then you will learn. നീ 2-3 പ്രാവശ്യം വീണ് കഴിയുമ്പോ പഠിക്കും എങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അമ്മയ്ക്ക് ആ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇപ്പോഴും അത് എടുത്തു കളയാത്ത. പിന്നെ അതിൽ കയറൂല. അതെ, കുഞ്ഞാപ്പി ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറില്ല, പിന്നെ ബൈക്ക് ഓടിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ അത് എടുത്ത് കളയാത്ത. ആ സൈഡിലെ വീൽസ് ഇട്ടാ അവളുടെ കംഫർട്ട് സോൺ ഇട്ട് അവളൊന്നും ചെയ്യില്ല. പോണ നോക്കിക്ക്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നോക്കി ഇങ്ങനെ എന്തായാലും പറഞ്ഞ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അവള്. ഹാൻഡിൽ പ്രോപ്പർലി പിടിക്കാൻ പഠിച്ചു. നോക്കി ഓടിക്കാൻ പഠിച്ചു നേരെ. മറ്റേ സൈഡിലേക്ക് നോക്കിയിട്ടാ നേരെ ഓടിച്ചോണ്ടിരുന്നത്. അന്നേരം ആ സത്യം അവിടെ ഇവിടെയൊക്കെ കയറുമായിരുന്നു പോയി. പക്ഷെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് അവള് നേരെ നോക്കി ഓടിക്കുന്നോണ്ട് നേരെ തന്നെ പൊക്കോളും. കഴിഞ്ഞ വർഷം ആക്ച്വലി ഞങ്ങളിതാ ഈ ഗാർഡനിൽ ടൂലിപ്സ് നട്ടു. അതിൻ്റെ വീഡിയോയൊക്കെ എടുത്തു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ അത് പോസ്റ്റ് ചെയ്യാനോ ഞാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. പക്ഷെ ദാ ഈ വർഷവും അതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ട്. ടൂലിപ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, പെരുണിയലാണല്ലോ. അപ്പോൾ എല്ലാ വർഷവും അത് മുളച്ച് വന്നോളൂ. ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. അപ്പോൾ അതിൻ്റെ മുളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. മറ്റത് കുഴിച്ചിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അയ്യോ, ദേ ആ മുയൽ വന്ന് തിന്നു വെച്ചായ നമ്മുടെ. ദേ ഇവിടുത്തെ മുള തിന്നു, ഈ മുള തിന്നു. അയ്യോ, വൃത്തികെട്ടവൻ. അവനിനി വരട്ടെ, കൊന്നുകളെ ഞാൻ അവനെ. ദേ ഇത് നമ്മുടെ ഡാഫോഡിൽ. ഇത് ഡാഫോഡിലാണ് കേട്ടോ. ബാക്കിയെല്ലാം തിന്നു വെച്ചായ. ദേ ഇത് തിന്നു. ഇത് മുളച്ചപ്പുണ്ട്. അത് മുളച്ചപ്പോൾ അത് കണ്ടില്ല എന്ന് തോന്നുന്നു. ദേ ഇത് അത് ഇവിടെയൊക്കെ മുളച്ചപ്പുണ്ട്. ദേ പക്ഷെ അത് തിന്നു, അങ്ങേ അറ്റത്ത് തിന്നു. അതൊന്നും തിന്നിട്ടില്ല കേട്ടോ. ഈ കോലിട്ട് കൊടുത്തിട്ടും കൂടെ വന്ന് തിന്നിട്ട് പോയി. ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ വെച്ചാൽ. ഇവിടെ ഞങ്ങളൊരു വലിയ പിയോണി അല്ലേ, പിയോണി നട്ടതാ. അത് ഇതുവരെ മുളച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം എന്താ ഇത്രയും മുളച്ചു. അപ്പോഴത്തേക്കും അതിന്റെ ഇലയാ, ഇത് പിയോണിയുടെ ഇലയാ. പക്ഷെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞ വർഷം അത് മുളച്ചു വന്നപ്പോഴത്തേക്കും വിന്റർ ഇല്ല. ഇത് പച്ചയാവില്ല, ഇനി ഇത് ഉണങ്ങിപ്പോയതാ. അത് കഴിഞ്ഞാലല്ലേ മുളച്ചു വരുള്ളൂ. ഓക്കെ ഹിറോച്ചൻ. ഓക്കെ, എനിവേസ് ഈ വർഷമെങ്കിലും മുളച്ചു വരുമെന്ന് നോക്കാം അല്ലേ. ഒന്നും വന്നിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ വർഷം വിന്റർ ആവാറായപ്പോഴാണ് പിയോണി മുളച്ചു വന്നത്. അതുകൊണ്ട് മുള വന്നില്ല, പൂവൊന്നും കാണാൻ പറ്റിയില്ല നമുക്ക്. എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഈ റാബിറ്റിനെ ഒഴിവാക്കാൻ, റാബിറ്റ് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. ഞങ്ങളത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും മുളയൊക്കെ ഒന്ന് പൊങ്ങി വന്ന് പൂവൊക്കെ വരുന്ന ഒന്ന് കാണാമല്ലോ. റാബിറ്റ് വന്ന് തീറ്റയാ പണി. ഓക്കെ, we'll see. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.